വാൽമീകി കോർപ്പറേഷൻ അഴിമതി കേസിൽ കർണാടക മുൻ മന്ത്രി ബി നാഗേന്ദ്രയെ വിചാരണ ചെയ്യാൻ ഗവർണറുടെ അനുമതി. കേസിൽ ഇഡി നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു. നേരത്തെ നാഗേന്ദ്രയെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി. കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഇപ്പോൾ ഗവർണറുടെ അനുമതി കിട്ടിയിരിക്കുകയാണ് വിചാരണയ്ക്ക്. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം, എന്താണ് വിവരങ്ങൾ? ഈ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയതാണ് ഈ വാൽമീകി കോർപ്പറേഷൻ അഴിമതി കേസ്. അതായത് ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ള കർണാടകയിലെ കോർപ്പറേഷനാണ് വാൽമീകി കോർപ്പറേഷൻ എന്നുള്ളത്. ഇതിൻ്റെ 187 കോടി രൂപ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ബി നാഗേന്ദ്രയുടെ നിർദ്ദേശാനുസരണം ഹൈദരാബാദിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് കേസ്. ഇതിനെ തുടർന്ന് ഇതിന് വിസമ്മതിച്ച ഒരു സൂപ്രണ്ടായിട്ടുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതോടുകൂടിയാണ് ഈ കേസ്, അല്ലെങ്കിൽ ഈ അഴിമതി കേസ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ വലിയ കൊള്ളക്കമുണ്ടായി. അത് നാഗേന്ദ്രയുടെ അറസ്റ്റിലേക്ക് എത്തി. ലോകായുക്ത കേസ് എടുത്തു. തൊട്ടു പിന്നാലെ ഇ ഡി ഏതാണ്ട് 15 മണിക്കൂറോളം നാഗേന്ദ്രയെ ചോദ്യം ചെയ്ത ശേഷമാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് നാഗേന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടിയൊക്കെ വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച ഈ കേസിലാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതും. ഇപ്പോൾ നാഗേന്ദ്രയെ വിചാരണ ചെയ്യാനുള്ള അനുമതിക്കായിട്ട് ഗവർണറുടെ അടുത്തേക്കൊക്കെ പോവുകയും ഗവർണർ ഇപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്.